ഏട്ടത്തി ഏട്ടത്തി എവിടെ പോവാനാ സാരി അയൺ ചെയ്തത്? അമ്പലത്തില്. എന്നാ പിന്നെ ഞാനും കൂടെ വന്നാലോ? കുറച്ച് ദിവസമായി ക്ഷേത്രത്തിലേക്കൊന്ന് പോയിട്ട്. നന്ദിനി, ഇന്ന് നീ എന്റെ കൂടെ വരണ്ട. അതെന്താ ഏട്ടത്തി? ഞാനും കൂടെ വരുന്നതുകൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അയ്യോടാ, അമ്പലത്തിലേക്കൊന്ന് കൂടെ വരുന്നതിന് എന്ത് കുഴപ്പം വരാനാ? നന്ദിനി, എന്റെ മനസ്സിപ്പോഴും ശാന്തമായിട്ടില്ല. ഒരു ദിവസം മുഴുവൻ ക്ഷേത്രത്തിൽ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കണം. എനിക്ക് മനസ്സ് തിരികെ പിടിക്കണം. എന്നാലേ പഴയതുപോലെ എനിക്ക് ചിരിക്കാൻ പറ്റൂ, എല്ലാരോടും സംസാരിക്കാനാവൂ. ഏട്ടത്തി, ഏട്ടനോട് ഇക്കാര്യം നേരിട്ട് ചോദിക്കുന്നല്ല നല്ലത്. തുറന്ന് സംസാരിക്ക്. ഇതിന്റെ പേരില് നിങ്ങളെ തമ്മിൽ പിണങ്ങാൻ ഇടവരരുത്. ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റാത്ത കാരണത്താൽ ഏട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്താലും ഞാൻ സഹിക്കും. പക്ഷെ എന്നോടിത് മറച്ചു വെച്ചതാ, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നന്ദിനി. എന്നെ ഏട്ടന് വിശ്വാസമില്ലെന്നല്ലേ അതിനർത്ഥം? സത്യം ഏട്ടത്തി വിചാരിക്കുന്ന പോലെ അല്ലെങ്കിലും ഏട്ടനിത് പറയാതിരിക്കുന്നത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിലും. എന്ത് കാരണം? പരസ്പരം ഒന്നും മറച്ചു വെക്കാതെ എന്തും ഷെയർ ചെയ്യുന്നതല്ലേ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ അടിത്തറ തന്നെ. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും എന്നോട് പങ്കുവെക്കുന്ന ആൾ ഇത് മറച്ചു വെച്ചതിനർത്ഥം അതിൽ നിരാശയുണ്ടെന്നല്ലേ? ആ നിരാശ നാളെ വെറുപ്പായിട്ട് മാറും. പിന്നെ ഏട്ടൻ എന്നോട് സംസാരിക്കാൻ പോലും പറ്റാതെയാവും. ഒടുവിൽ ഒന്നിനും കൊള്ളാത്തവൾ എന്നും പറഞ്ഞ് എന്നിൽ നിന്നും അകന്നു പോകും. അതിനു മുമ്പ് ഞാൻ തന്നെ എല്ലാം മനസ്സിലാക്കി സ്വയം പടിയിറങ്ങി പോകുന്നതല്ലേ നല്ലത്? ഏട്ടത്തി, ഇങ്ങനൊന്ന് ചിന്തിച്ചു കൂട്ടല്ലേ. പരസ്പരം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങൾ തമ്മില്. ഞാൻ നിന്നെ സംസാരിക്കില്ല. എന്റെ വഴി എനിക്ക് സ്വയം തീരുമാനിച്ചേ പറ്റും. ദയവ് ചെയ്ത് നീ ഇക്കാര്യം ഗിരിയോട് പോലും പറയരുത്. ആരുടെയും സഹതാപം നിറഞ്ഞ ഒരു നോട്ടം പോലും ഈ സ്വാതിക്ക് വേണ്ട. ഇതെന്താ ഡ്രസ്സുകളൊക്കെ എടുത്ത് തന്നെത്താനെ പാക്ക് ചെയ്യുന്നത്? അതോ, 1-2 ദിവസം കഴിഞ്ഞാ ഷൂട്ടിംഗ് തുടങ്ങാല്ലേ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്തു തന്നേനെ. എന്ത് ചെയ്യാൻ, പറയണോന്ന് ഓർത്തതാ. പക്ഷേ ഈ തിരക്കിനിടയിൽ വിട്ടുപോയി. പലതും പറയാൻ വിട്ടുപോകുന്നതാ പ്രശ്നം. നീ എന്താ സ്വാതി ഒരു കുറ്റപ്പെടുത്തലിന്റെ ഭാഷയിൽ സംസാരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ആ, അത് വിട്ടേക്ക്. എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഷൂട്ടിങ്ങിന് പോകും മുമ്പ് നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കാണാൻ പോണം. ഡോക്ടറെ? ഏത് ഡോക്ടറെ? അന്ന് ആക്സിഡന്റ് നടന്ന സമയത്ത് സർജറി നടത്തിയില്ലേ, ആ ഡോക്ടറെ കാണുന്ന കാര്യമാ ഞാൻ പറഞ്ഞത്. എന്താ, പോവാൻ പറ്റില്ലേ? അല്ല, ഇപ്പൊ എന്തിനാ ആ ഡോക്ടറെ കാണുന്നത്? ഇടയ്ക്ക് ഞാൻ വയറ്റിൽ വരുന്ന ഒരു വേദനയെ കുറിച്ച് പറഞ്ഞില്ലേ? അതെ. കുറച്ചു നാളായിട്ട് അതില്ലായിരുന്നു. പക്ഷെ അതിപ്പോ വീണ്ടും വന്നു തുടങ്ങി. ചിലപ്പോഴൊക്കെ സഹിക്കാൻ പറ്റാത്ത വേദനയാ. അതുകൊണ്ടാ ഞാൻ ആ ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. അതിന് ആ ഡോക്ടറെ തന്നെ കാണുന്ന എന്തിനാ? നമുക്ക് വേറൊരു നല്ല സ്പെഷ്യലിസ്റ്റിനെ കാണാം, അതല്ലേ നല്ലത്? അത് വേണ്ട, എനിക്ക് അവരെ തന്നെ കണ്ടാ മതി. അവരല്ലേ സർജറി ചെയ്തത്, ഇതും അവരെ തന്നെ കാണിച്ചാ മതി. ഏട്ടൻ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, നമുക്ക് പോവാം. ഏട്ടാ, ഞാനൊന്ന് ക്ഷേത്രം വരെ പോവാ. എന്നാ ഞാനും കൂടി വരാം.
വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. സ്വാതി എന്താ ക്ഷേത്രത്തിൽ പോവാൻ ഞാൻ കൂടി ചെല്ലണ്ടെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുകയാണോ? അവൾക്ക് എന്തോ ഒരു സംശയമുള്ളതുപോലെ തോന്നുന്നു. ഈശ്വര, സ്വാതി സത്യം അറിഞ്ഞ എല്ലാം തകരും. സ്വാതി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തും മുമ്പ് ആ ഡോക്ടറെ പോയി കാണണം. നന്ദിനി, 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 നന്ദിനി. ആ, എന്താ ഏട്ടത്തി? ഞാൻ അയൺ ചെയ്ത് വെച്ചിരുന്ന സാരി എവിടെ? നീ എടുത്തോ? ഇല്ല ഏട്ടത്തി, ഞാൻ കണ്ടില്ല. പിന്നെ ആ സാരി എവിടെ പോയി? അമ്മായി, അമ്മായി. ഓ അമ്മായി, അമ്മായി എന്നാ അടിപണേ? നീ എന്തിനാ ഇങ്ങനെ കൂകി വിളിക്കുന്നത്? നീ ഇതുവരെ അമ്പലത്തിൽ പോയില്ലേ? അയൺ ചെയ്ത് വെച്ചിരുന്ന എന്റെ സാരി കാണുന്നില്ല. കാണാനില്ലേ? പിന്നെ എവിടെ പോയി? അയ്യോയ്യോ, ആ ചിലപ്പോഴേ സാരി സൗന്ദര്യ മത്സരത്തിന് പോയതായിരിക്കും. അമ്മായി ഒരുപാട് അങ്ങൂതല്ലേ? സാരി കണ്ടില്ലെന്നല്ലേ ഏട്ടത്തി പറഞ്ഞുള്ളൂ. അതിനിങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. നീ അധികം മാത്രക്കണ്ട. ആനയും പേടിക്കണം, ആന പിണ്ടത്തെയും പേടിക്കണം എന്ന് പറഞ്ഞല്ലേ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഓ, ഞാൻ ആനപ്പിണ്ടം തന്നെ സമ്മതിച്ചു. പക്ഷെ അമ്മായിയോ, ആനപ്പിണ്ടമാണോ അതോ ഇത്തിൽ കണ്ണിയാണോ? ഒന്ന് മറുപടി പറ അമ്മായി. നന്ദിനി, അതൊക്കെ പിന്നെ തീരുമാനിക്കാം. അമ്മായി, എന്റെ സാരി ആരാ എടുത്തോണ്ട് പോയത്? പറ. നിന്റെ സാരി എനിക്കെന്തിനാ? ഇത് നല്ല കൂത്ത്. ഏട്ടത്തി, ദേ അത് നോക്കി. നിന്നോട് ആരാ പറഞ്ഞത് എന്റെ സാരി എടുക്കാൻ? നാണമില്ലേ നിനക്ക്? ഞാൻ എന്തിനു നാണിക്കണം? ഞാൻ പോകുന്നത് ക്ഷേത്രത്തിലേക്കാ. എനിക്കും പ്രാർത്ഥിക്കാനുണ്ട് ചില പ്രധാന കാര്യങ്ങൾ. മര്യാദക്ക് എന്റെ സാരി തിരിച്ചു തരുന്നതാ നിനക്ക് നല്ലത്. ഈ വീടിനകത്ത് എന്തും ചെയ്യാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല. മര്യാദയ്ക്ക് സാരി അയച്ചു കൊടുക്കുന്നതാ നല്ലത്. തരാം. ആദ്യം ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരട്ടെ. നിക്കടി. അങ്ങനെ ഈ സാരി ഉടുത്തോണ്ട് നീ ഒരിടത്തും പോയില്ല. എടിവേണേ, ഒന്ന് നിർത്തടി വെച്ചേ. നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുന്നവരാകുമ്പം ഒരു സാരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഉടുക്കുന്നെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അഴിച്ചു തരാന്ന് വേദമോള് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? മോള് പോയിട്ട് വരട്ടെന്ന്. അമ്മായി മിണ്ടരുത്. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാ. ഞങ്ങൾ തന്നെ തീർത്തോളാം. പോയി മര്യാദക്ക് എന്റെ സാരി അഴിച്ചു വെക്കടി. എനിക്ക് സൗകര്യമില്ല. ഇത് ഉടുത്തോണ്ട് തന്നെ വേദേന്ന് ക്ഷേത്രത്തിൽ പോവും. എന്നാ അത് കണ്ടിട്ടേ ഉള്ളു ബാക്കി കാര്യം. സ്വാതി, നീ എന്തിനാ വെറുതെ അവളോട് കിടന്ന് ബഹളം വെക്കുന്നത്? ഏട്ടാ, ഞാൻ അമ്പലത്തിൽ പോകാൻ അയൺ ചെയ്ത് വെച്ചിരുന്ന സാരിയാ ഇവിടെ ഉടുത്തിരിക്കുന്നത്. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. സ്വാതിയുടെ സാരി തിരിച്ചു കൊടുത്തേ. നീൽ, ഇന്നത്തെ ദിവസം ഏതാണെന്ന് നീലിന് ഓർമ്മയുണ്ടോ? എല്ലാ വർഷവും എന്റെ പിറന്നാൾ ദിവസം എന്നെക്കാൾ മുൻപേ ഓർത്തിരുന്നത് നീലായിരുന്നില്ലേ? എനിക്കതൊന്നും ഓർമ്മയില്ല. ഇപ്പൊ ഓർക്കാൻ താല്പര്യമില്ല. പക്ഷേ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഓർമ്മയുള്ളതൊക്കെ ചുരുട്ടിക്കൂട്ടി വല്ല അടുപ്പിലും കൊണ്ടുപോയി കത്തിക്കും. അതാ ഇനി നിനക്ക് നല്ലത്. അതേടി, എല്ലാം കൂടി ഞാനൊരിക്കൽ ചുരുട്ടിക്കൂട്ടി കത്തിച്ചു കളഞ്ഞതാ. നീൽ പറഞ്ഞിട്ട്. എന്തിനാണെന്നറിയോ നിനക്ക്? എന്റെ ജീവൻ അപകടം ഒന്നും വരാതിരിക്കാൻ നീല് നിർബന്ധിച്ചിട്ട്. ഒരു കൊല്ലത്തേക്ക്
എനിക്ക് പകരക്കാരിയായി നിന്നെ കല്യാണം കഴിക്കാൻ. പഴങ്കഥകളുടെ കെട്ടഴിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് സിമ്പതി പിടിച്ചു പറ്റാൻ നോക്കണ്ട നീ. ആണോ നീൽ? ഇതൊക്കെ വെറും പഴങ്കഥകൾ മാത്രമാണോ? നീലിന് ഓർമ്മയുണ്ടോ, ഇതേപോലൊരു പിറന്നാൾ ദിവസമാണ് നീൽ ആദ്യമായി എന്നോട് പ്രേമമാണെന്ന് പറഞ്ഞത്. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ പെണ്ണുപിള്ളെ? പണ്ടത്തെ കാര്യമൊന്നും ഇനി ഇവിടെ വിളമ്പണ്ട. ചെലവാകില്ല അതൊന്നും. ഓർമ്മയുണ്ടോ നീൽ, അന്നാണ് നീലെന്നെ ആദ്യമായി... സ്വാതിയുടെ മുന്നിൽ വെച്ച് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്വാതിയെ തളർത്താൻ. അവള് പറയട്ടേട്ടാ. എടി, ഒരിക്കലെങ്കിലും പ്രേമിക്കാത്തവരായിട്ട് ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഏട്ടനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഗിരിയുടെ ഭാര്യയായി ഈ വീട്ടിൽ തന്നെ കയറി വരുമായിരുന്നോ? നീൽ, എന്റെ ജീവൻ രക്ഷിക്കാൻ ഇവളെ 1 കൊല്ലത്തേക്കാണ് നീല് കല്യാണം കഴിച്ചത്. 1 കൊല്ലം കഴിഞ്ഞ് ഇവള് മരിച്ചു കഴിയുമ്പോ എന്നെ വീണ്ടും കെട്ടിക്കൊള്ളാന്ന് നീൽ ഉറപ്പ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? വാക്കുപാലിക്കാൻ ഇനിയും സമയമുണ്ട്. അതിന് സ്വാതിയെടുത്ത് ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടല്ലോ. എടി, പകരക്കാരിയെ സ്ഥിരമാക്കാൻ തീരുമാനിച്ചതേ ഈശ്വരന്റെ വിധിയാ. ഏട്ടനെ വിവാഹം കഴിക്കാനുള്ള യോഗം എനിക്കായിരുന്നു. യോഗം? എടി, നീ ഉടുക്കാൻ ഒരുക്കി വെച്ച സാരി ഞാൻ എടുത്തണിഞ്ഞപ്പോ നിനക്കിത്ര ദേഷ്യം. അപ്പോ ഞാൻ മോഹിച്ച താലി നീ കഴുത്തിലിട്ട് അനുഭവിക്കുമ്പോ കൊല്ലണ്ടടി നിന്നെ ഞാൻ. എന്നിട്ട് ഒടുവിൽ എന്തായടി? നീലിന്റെ ജീവിതത്തിൽ നീ ഇപ്പോ ഒരു അധികപ്പറ്റായില്ലേ? മിണ്ടരുത്. ഇനി സ്വാതിയെ കുറിച്ചൊരു അക്ഷരം പറഞ്ഞ ഞാൻ നിയന്ത്രണം വിട്ട് ചിലപ്പോ നിന്നെ തല്ലിന്ന് വരും. വേണ്ട ഏട്ടാ, ഇവളെ തല്ലുന്നതിനേക്കാൾ വഴിയിൽ തെണ്ടി നടക്കുന്ന ചാവാലി പട്ടികളെ തല്ലുന്നതാ അന്തസ്. എടി, നീ എന്റെ ക്ഷമ പരീക്ഷിക്കില്ലേ? എന്റെ സാരി അഴിച്ചു വെക്കാനാ പറഞ്ഞത്. ഇല്ല, ഈ സാരി ഉടുത്ത് തന്നെ ഞാൻ ക്ഷേത്രത്തിൽ പോവും. ആരും എന്നെ തടയില്ല, നീൽ പോലും. തടഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ പലതും സംഭവിക്കും. അത് വേണോ നീൽ? വേണോന്ന്? തൽക്കാലം സന്താനലബ്ധിക്കുള്ള പൂജ ഞാൻ നടത്തിക്കോളാം. ഈ സാരി ഇപ്പോ ഞാൻ തന്നെ ഉടുത്തോളാം. ഷോപ്പിങ്ങിന് പോവാനല്ല, ഭക്തിയോടെ ഭഗവാനെ കാണാൻ പോവാൻ എടുത്തു വെച്ച സാരിയാ അവൾ എന്നെ പറ്റിച്ച് ഉടുത്തോണ്ട് പോയത്. ഇതിനുള്ള മറുപടി ഭഗവാൻ കൊടുത്തോളും. അയ്യോ, അയ്യോ വേദ, അയ്യോ, അയ്യോ മോളെ. അയ്യോ അയ്യോ മോളെ, സാരി എടുത്ത് പടിയിറങ്ങിയപ്പോ കാലൊന്നും മടങ്ങി. അയ്യോ വല്ലാത്ത വേദന. അയ്യോ, എന്ത് പറ്റി മോളെ? അയ്യോ, ഇതാ സ്വാതിയുടെ പ്രാക്കായിരിക്കും നിന്നെ വീഴ്ത്തിയത്. നോക്കട്ടെ മോളെ. അയ്യോ, മോളെ എവിടെയാ? മുട്ടിനാണോ അതോ പാദത്തിലാണോ? പാദത്തിന്. അയ്യോ, അയ്യോ, നല്ല വേദനയുണ്ടോ? നല്ല വേദന. എന്താടി, എന്തു പറ്റി? അഹങ്കാരത്തോടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കാലം തടവി ഇരിക്കുന്നത് എന്താ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്നെ ആരും വിളിച്ചില്ലല്ലോ. നീ എന്താടി വെച്ചേ? വേദമോളുടെ വേദന കണ്ട് രസിക്കാൻ വന്നതാണോ? മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന ശീലമൊന്നും എനിക്കില്ല. പക്ഷെ ഇവളുടെ ഈ വേദന ഇവൾ അർഹിക്കുന്നത് തന്നെ. ആ,
നിങ്ങളൊന്ന് മാറിയേ. ഇവളുടെ കാര്യം ഞാൻ നേരെയാക്കി കൊടുക്കാം. അതിന് നീ ആര്? ഡോക്ടറോ? ചികിത്സിക്കാനും കാല് നേരെയാക്കാനും? അതേടി, അല്പം ചില നാടൻ ചികിത്സയൊക്കെ എനിക്കും വശമുണ്ട്. ഇവക്ക് അത് മതി. അതെ, നിന്റെ ചികിത്സയൊക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. ഇതേ ഞങ്ങൾ നോക്കിയോളാം കേട്ടോ. നിങ്ങൾ അങ്ങനെ നോക്കണ്ട. ഡേ, എനിക്ക് എടി, നീ വിടറി. ഇവിടെ നീ എന്ത് ചെയ്യാൻ പോവാ? അതൊക്കെ അമ്മായി കണ്ടോ? എനിക്കിടി. വേണ്ട, നീ എന്നെ ഒന്നും ചെയ്യണ്ട. കൈ വിട്. എടി, എടി, നിന്റെ അഹങ്കാരം ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടില്ല. വിട്. അതുകൊണ്ടാ സാരിയിൽ ചവിട്ടി കാലു മടങ്ങി നീ ഇവിടെ തന്നെ ഇരുന്ന് പോയത്. എന്നെ പറഞ്ഞത് അത് കൊള്ളാലോ. നീയാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? നീ വന്നേ, ക്ഷേത്രത്തിൽ പോയാൽ അമ്മായും കൂടെ വരാം. വാ. അങ്ങോട്ട് മാറാനല്ലേ പറഞ്ഞ? എണീക്കടി. എണീക്കാനാ പറഞ്ഞത്. തൊട്ടുപോരുത്. അടുത്ത് വന്നാ ഞെക്കി കൊന്നാളെ ഞാൻ. വായിങ്ങോട്ട് നടക്കടി. ഇനി വേദ ബാക്കിയുണ്ടാവും. അങ്ങോട്ട് നടക്കടി. വായിങ്ങോട്ട് വരാൻ. സ്വാതി, നീ എന്തായി കാണിക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ. ഏട്ടൻ ഇവിടെ നിക്കണ്ട. ഞങ്ങൾക്ക് തമ്മിൽ ഇത്തിരി സംസാരിക്കാനുണ്ട്. ഏട്ടൻ പൊയ്ക്കോ. ഇവളെന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുക. ഏട്ടാ പ്ലീസ്, ഏട്ടൻ ഇതിൽ ഇടപെടരുത്. കേറടി ഇങ്ങോട്ട്. വാടി, വരാൻ. സ്വാതി, സ്വാതി, എടി വാതിൽ തുറക്കാൻ. എടി അവളെ ഒന്നും ചെയ്യരുത്. സ്വാതി, 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 സ്വാതി തുറക്ക്. സ്വാതി, മര്യാദക്ക് അവളെ ഇറക്കി വിട്ടില്ലെങ്കിലേ ഞാനിപ്പോ ACP വൈശാഖിയെ വിളിക്കുവേ. എടി വാതിൽ സ്വാതി, സ്വാതി. അമ്മേ, അവള് വേറെ എന്തെങ്കിലും ചെയ്യൂന്ന് എന്റെ പേടി. നീ ആ പോലീസുകാരി പെടിയിലൊന്ന് വിളിച്ചേ. അവള് വന്ന് ആ കച്ചിത്തുറവിന്റെ അടുത്ത് പെരുമാറിയാലേ അവള് പഠിക്കൂ. ആ, ഒന്നുകൂടി വിളിച്ചേ അമ്മേ. സ്വാതി, സ്വാതി, സ്വാതി ഒന്ന് തുറക്കാൻ. അമ്മേ, എന്തിനാ അമ്മായി ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ഞാൻ ക്ഷേത്രത്തിൽ പോവാൻ ഒരുങ്ങല്ലായിരുന്നോ? ഗൗരി, ഞാൻ പോയിട്ട് വരാട്ടോ. പിന്നെ ആ വേദയൊന്ന് നോക്കിയേക്കണേ. ഞാൻ ചുരുട്ടി ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. അയ്യോ അമ്മേ, വേദ. മോളെ വേദ. അയ്യോ അമ്മേ, മോളെ വേദേ. വേദേ. ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. സ്വാതി, എനിക്കൊന്ന് പുറത്തു പോണം. പോകുന്ന വഴിക്ക് ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ട ഏട്ടാ, ഞാൻ തനിയെ പൊയ്ക്കോളാം. അതെന്താടോ? ഞാനുള്ളപ്പോ എല്ലാ ദിവസവും തന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്ന ഞാനല്ലേ? എല്ലാ ദിവസവും പോലെ അല്ലല്ലോ ഏട്ടാ ഇന്നത്തെ ദിവസം. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് മതി. എനിക്ക് പോകാനുള്ള വണ്ടിയത്. നമുക്ക് തിരിച്ചു വന്നിട്ട് കാണാം.
സ്വാതി, സ്വാതിക്കിത് എന്തു പറ്റി? ഈ അകലം മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണോ? എന്തായാലും ഇപ്പൊ തന്നെ ഡോക്ടറെ പോയി കാണാം. ഡോക്ടർ. അതെ നീ, സ്വാതി എന്നെ കാണാൻ വന്നിരുന്നു. എല്ലാ വിവരവും ഞാൻ വിശദമായി സ്വാതിയോട് പറയുകയും ചെയ്തു. പറയൂ ഡോക്ടർ, ഒരു അമ്മയാവാൻ എനിക്ക് കഴിയില്ലേ? കുട്ടിയുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വിധി മറിച്ചായി പോയി. കുട്ടി ഇനി ഗർഭം ധരിക്കാനുള്ള സാധ്യത 100-1 പോലുമില്ല.